ശാസ്ത്ര വിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ 4 ലക്ഷം രൂപ വരെ കൈമാറുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ്. സാധാരണ സ്കോളർഷിപ്പുകൾ പോലെ ചെറിയൊരു തുകയല്ല, മറിച്ച് നിങ്ങളുടെ ഡിഗ്രി, PG പഠന ചെലവുകൾ പൂർണ്ണമായി നികത്താൻ ആവശ്യമായ വലിയൊരു തുകയാണ് ഈ പദ്ധതി വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നത്. സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഡിഗ്രിക്ക് ചേർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ യോഗ്യതകൾ വേണം, അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയെന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഇൻസ്പയർ എന്നാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നേരിട്ട് നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതിയാണിത്. അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ മിടുക്കരായ കുട്ടികളെ ഗവേഷണ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 12ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി BSc അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബോട്ടണി, സുവോളജി പോലെയുള്ള 19ഓളം അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. എഞ്ചിനീയറിംഗ്, മെഡിസിൻ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല. ഈ സ്കോളർഷിപ്പ് വഴി എത്ര രൂപയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു വർഷം 80,000 രൂപയാണ് ഈ പദ്ധതി വഴി വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നത്. ഇതിൽ 60,000 രൂപ സ്കോളർഷിപ്പ് തുകയായും ബാക്കി 20,000 രൂപ ശാസ്ത്ര പ്രൊജക്ടുകൾ ചെയ്യുന്നതിനായുള്ള മെന്റർഷിപ്പ് ഗ്രാൻഡായും ആയാണ് നൽകുന്നത്. 3 വർഷത്തെ BSc പഠനകാലത്ത് 2,40,000 രൂപയും തുടർന്ന് ഉയർന്ന മാർക്കോടെ MScക്ക് ചേർന്നാൽ ബാക്കി തുകയും ഉൾപ്പെടെ മൊത്തം 4 ലക്ഷം രൂപ വരെ കുട്ടികൾക്ക് ഈ ഒരൊറ്റ പദ്ധതിയിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഈ തുക വലിയൊരു സഹായകമാകും. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്ന് നോക്കാം. എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല. 12ാം ക്ലാസ് പരീക്ഷാഫലം വരുമ്പോൾ അതത് ബോർഡിലെ ആദ്യത്തെ 1% റാങ്കിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. നമ്മുടെ കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ CBSE പരീക്ഷകളിൽ ആദ്യത്തെ 1% മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അവരുടെ ബോർഡുകളിൽ നിന്നും ഇതിനായി പ്രത്യേക എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ലഭിക്കും. ഇതുകൂടാതെ IIT, IISER, KVVPI തുടങ്ങിയ ദേശീയതല പരീക്ഷകൾ ഉയർന്ന റാങ്ക് വാങ്ങി BSc കോഴ്സുകൾക്ക് ചേർന്ന കുട്ടികൾക്കും ഇതിലേക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 17 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. ഈ സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ എന്തൊക്കെ രേഖകൾ കരുതണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ 12ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് അത്യാവശ്യമാണ്. രണ്ടാമതായി നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡ് നൽകുന്ന ഇൻസ്പയർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് നോട്ടിഫിക്കേഷൻ കോപ്പി വേണം. മൂന്നാമതായി നിങ്ങൾ ഇപ്പോൾ പ്രവേശനം നേടിയ കോളേജിലെ പ്രിൻസിപ്പൽ ഒപ്പിട്ട എൻഡോഴ്സ്മെന്റ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. നാലാമതായി അപേക്ഷകന്റെ ആധാർ കാർഡ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നിവയും കരുതണം. കൂടാതെ സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഇന്ത്യയിൽ നിന്ന്, അതായത് SBIയിൽ നിന്ന് വിദ്യാർത്ഥിയുടെ പേരിൽ മാത്രമുള്ള ഒരു റെഗുലർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ പകർപ്പും ആവശ്യമാണ്. ജോയിന്റ് അക്കൗണ്ടുകൾ ഇതിനായി ഉപയോഗിക്കാൻ പാടില്ല. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ കുട്ടികൾ വരുത്തുന്ന ചില വലിയ തെറ്റുകളുണ്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ തെറ്റ്, കോളേജിൽ നിന്നുള്ള എൻഡോഴ്സ്മെന്റ് സർട്ടിഫിക്കറ്റ് തെറ്റായ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള കൃത്യമായ മാതൃകയിൽ പ്രിൻസിപ്പലിന്റെ ഒപ്പും കോളേജ് സീലും പതിപ്പിച്ച് വേണം ഇത് സമർപ്പിക്കാൻ. രണ്ടാമത്തെ തെറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ പിഴവുകളാണ്. SBI അക്കൗണ്ട് അല്ലാതെ മറ്റ് ബാങ്കുകളുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. അതുപോലെ തന്നെ അക്കൗണ്ട് ആധാറുമായി നിർബന്ധമായി ലിങ്ക് ചെയ്തിരിക്കണം. മൂന്നാമത്തെ തെറ്റ്, ഡിഗ്രി പഠനകാലത്ത് മാർക്ക് കുറഞ്ഞു പോവുക എന്നതാണ്. സ്കോളർഷിപ്പ് തുക എല്ലാ വർഷവും തുടർന്ന് ലഭിക്കണമെങ്കിൽ കോളേജ് പരീക്ഷകളിൽ നിശ്ചിത ശതമാനം മാർക്ക് അല്ലെങ്കിൽ CGPA കുട്ടികൾ നിലനിർത്തേണ്ടതുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഔദ്യോഗിക ഇൻസ്പയർ ഓൺലൈൻ പോർട്ടൽ വഴി മാത്രമാണ് ഇതിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ വർഷത്തെ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതികളും കട്ട് ഓഫ് മാർക്കുകളും എപ്പോൾ വേണമെങ്കിലും പുതുക്കാവുന്നതാണ്. അതുകൊണ്ട് വിജ്ഞാപനങ്ങൾ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ കോളേജിലെ സ്കോളർഷിപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടണം. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ ഓൺലൈൻ പാസ്വേഡുകളോ OTPകളോ മറ്റാർക്കും കൈമാറരുത്. ജാഗ്രത പാലിക്കുക.